ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് മഴക്കെടുതി, പ്രളയം തുടങ്ങിയ വൻ ദുരന്തങ്ങൾ. അത് നമുക്ക് നൽകുന്ന വേദന, ആപത്തുകളൊക്കെ എത്ര വലിയതാണെന്ന് നമുക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ട്. ഇതിന് ഉദാഹരണമാണ് വയനാട് സംഭവിച്ച ഉരുൾപൊട്ടൽ. എത്രത്തോളം ഭയാനകമാണ് നമ്മൾ ഇന്ന് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്രത്തോളം മനുഷ്യരുടെ ജീവിതമാണ്, എത്രത്തോളം മനുഷ്യരുടെ ആവാസ സ്ഥലമാണ് നശിച്ചു പോകുന്നത് നമുക്കറിയാം. ഇതുപോലെ മഴക്കാലം വരുമ്പോൾ മാത്രം നമ്മൾ കേൾക്കുന്ന ഒന്ന് രണ്ട് പേരാണ് മാധവ് ഗാഡ്ഗിൽ, അത് മുല്ലപ്പെരിയാർ ഡാം തുടങ്ങിയതില്ല. അതൊക്കെ നമുക്ക് മുമ്പിലോട്ട് നീട്ടുന്നത് വലിയൊരു മുന്നറിയിപ്പാണ്. കാരണം എത്രത്തോളം നമ്മൾ അത് അവഗണിക്കുന്നുവോ അതിന്റെ പരിണിത ഫലം വളരെ രൂക്ഷവും വലുതുമായിരിക്കും. പിന്നീട് നമുക്ക് കുറ്റബോധം തോന്നിയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളിതിനെ എങ്ങനെ പ്രതിരോധിക്കാം. അപ്പോൾ അതിലൊന്നാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ വിഷയം. അതിന്റെ എഞ്ചിനീയർ പഠിച്ച സമയത്ത് പറഞ്ഞത് 50 വർഷം മാത്രമേ ഗ്യാരണ്ടി ഉള്ളൂ എന്നാണ്. പക്ഷേ 50 വർഷം കഴിഞ്ഞു, 100 വർഷം കഴിഞ്ഞു, ഇപ്പോൾ 129 വർഷമായിരിക്കുകയാണ്. അപ്പോൾ E4K വ്ളോഗ്സ് എന്ന് പറഞ്ഞ ഒരു ടീം പ്രൈം മിനിസ്റ്റർക്ക് നിവേദനം കൊടുക്കാൻ വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത്രത്തോളം ജനങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് വെറും അവർ ശേഖരിച്ചത് 11 ലക്ഷം പേരുടെ ഒപ്പാണ്. ഇത്രയും അധികം നമ്മുടെ ജനങ്ങൾ ഉണ്ടായിട്ടും അവർക്കത് സംഘടിപ്പിക്കാൻ കഴിയാത്തത് നമ്മുടെ മാത്രം തോൽവിയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളൊരു സൈൻ ചെയ്യണം. കാരണം അത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും. നമ്മൾക്ക് വേണ്ടി